നീ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പഠിക്കേണ്ടതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് തരാം. ഇനി മുതൽ ഞാൻ കംപ്ലീറ്റ് അങ്ങനത്തെ വീഡിയോസ് തന്നെ ഇടാൻ പോകുന്നത്. കാരണം ക്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്രാഫ്റ്റിലോട്ട് മോട്ടിവേഷൻ വരണ്ട, പഠിക്കാനുള്ള വീഡിയോസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മോട്ടിവേഷൻ വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സ്റ്റഡി ടിപ്സാണ്. എല്ലാ ക്ലാസ്സർക്കും ഇത് യൂസ്ഫുൾ ആവും. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നതാണ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങളൊരു 5 മണിക്കൊക്കെയാണ് സ്കൂളിൽ വിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം, അതായത് ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷൻ ടൈം, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട സമയം ഈ ദിവസങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നതാണ് റിവിഷൻ. നിങ്ങൾക്ക് വല്ല ക്ലാസ് കാണേ അങ്ങനെ ലാബിറിന്ത് നോക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് തന്നെ നോക്കി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ കുറേ PDF ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ടഫുള്ള സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം തന്നെ റിവൈസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റൊക്കെ നിങ്ങൾ ലാസ്റ്റത്തേക്ക് വയ്ക്കുക. ടഫുള്ളത് തുടക്കം മുതൽ തുടങ്ങുക. അടുത്തെന്ന് പറയുന്നതാണ് നോട്ട്സ് ഉണ്ടാക്കുക. ഈ നോട്ട്സ് നിങ്ങൾ ടെസ്റ്റിൻ്റെ സൈഡിൽ ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ടെസ്റ്റിൻ്റെ ഉള്ളിലുള്ള വേർഡ്സൊക്കെ നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്തിട്ട് അത് ഇതുപോലെയൊക്കെ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നതാണ് എഴുതി പഠിക്കുക എന്നുള്ളത്. നമ്മൾ ടഫായിട്ടുള്ള പോർഷൻസൊക്കെ എഴുതി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കാണാപ്പാഠം വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എഴുതി പഠിക്കുന്നതായിരിക്കും. ഞാൻ എഴുതി പഠിക്കണതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ഞാനങ്ങനെ എഴുതി പഠിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ സാധാ പോലെ വായിച്ച് പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. തലയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നന്നായി എഴുതി പഠിക്കുക. പിന്നെ ഇത് എഴുതി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വല്ല ബബിൾക്കം അങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഡിക്റ്റേഷൻ പോലെ എടുക്കുമ്പോഴും അത് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായി എഴുതാൻ കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കാണാം. നിങ്ങളൊരു ബാച്ചിലില്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ സൈലം, എജുപോർട്ട്, എക്സാമിനർ അങ്ങനെ കുറേ ക്ലാസ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഒന്ന് പഠിക്കാം. അടുത്തെന്ന് പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ മിഡ് ടേം എക്സാം പേപ്പറാണ് ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു ടീച്ചറായിട്ട് അഭിനയിച്ചിട്ട് പഠിക്കാം. അപ്പം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് തലയിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെയാണ് പൊതുവേ പഠിക്കാറുള്ളത്. ചില സമയത്തൊക്കെ നിങ്ങളിതുപോലെ പഠിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ അങ്ങനെ പഠിക്കുകയാണ്. അടുത്ത കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഈ ടൈമിൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. കൂടുതൽ ഇതുപോലത്തെ എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി ടിപ്സ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.